والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صوافا وإذا وجبت جنوبها فكلوا منها وأطعموا القاني والمعتر كذلك سخرناها لكم لعلكم تشكرون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു അൽ ഹജ്ജിലെ 26-ാമത്തെ വചനമാണ് നാം വായിച്ചത്. 36-ാമത്തെ വചനം. ഇത് ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പായി ആമുഖമായി കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഖുർആൻ നാം സാധാരണ വിശദീകരിക്കാറുള്ളത് പോലെ ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല, പൂർവികരുടെ കഥകൾ പറയുന്ന ഗ്രന്ഥമല്ല, അത് ലോകർക്കാകമാനമുള്ള അനുസ്മരണമാണ് എന്നാണ് നമ്മൾ നിരവധി ക്ലാസ്സുകളിലൂടെ നാം വിശദീകരിച്ച കാര്യമാണ്. ഖുർആനെ കുറിച്ചൊരു ആക്ഷേപം തന്നെ പറഞ്ഞത് വഖാലു ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ എന്നാണ്. ഇത് അസാത്തീറുൽ അവ്വലീനാണ്, പൂർവികരുടെ കുറിച്ച് വിവരിക്കുന്ന ചിത്രകൾ, വരികളാണ് എന്നാണ് മുമ്പ് അതിനെക്കുറിച്ചുള്ള ആക്ഷേപമായി തന്നെ പറഞ്ഞത്. അതായത് എതിരാളികൾ പറഞ്ഞ ആക്ഷേപം തന്നെ പറഞ്ഞത് വഖാലു ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. അപ്പൊ ഈ ആശയത്തിന്റെ എതിരാളികൾ പറഞ്ഞ ആ ആശയം തന്നെയാണ് ഇന്ന് പാരമ്പര്യ പരിഭാഷക്കാരായ ആളുകൾ ശരിവെക്കുന്നത്. അതായത് ഇത് പൂർവികരായ ആളുകളുടെ കഥകളാണ്, അസാത്തീറുകളാണ് ഇതിലുള്ളത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഖുർആൻ പൂർവികരുടെ അസാത്തീറുകളല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഫിത്ർ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വരികൾ എന്നാണ് അതിന്റെ അർത്ഥം, കെട്ടുകഥകൾ എന്നൊന്നും അതിനല്ല. അപ്പൊ പൂർവികരുടെ കഥകൾ രേഖപ്പെടുത്തപ്പെട്ട ഒന്നല്ലാതെ മറ്റൊന്നുമല്ല ഇത് എന്ന് ഇതിനെക്കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, മുസ്ഹഫിനെ കുറിച്ച് എതിരാളികൾ ആക്ഷേപം ഉന്നയിച്ച അതേ ആക്ഷേപം തന്നെയാണ് എന്ന് നമ്മുടെ ആളുകളും പറയുന്നത്. ഇത് എന്നോ ജീവിച്ച് മരിച്ചുപോയ ആളുകളുടെ കഥകൾ പറയുന്ന ഗ്രന്ഥമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നത് ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ വഇന്നഹു ലദിക്റുൻ ലക വലി ഖൗമിക. ഇത് നിനക്ക് ഉള്ള അനുസ്മരണമാണ്. ഇതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ വരികളും നിനക്കുള്ള അനുസ്മരണമാണ്, നിന്റെ സമൂഹത്തിനുള്ള അനുസ്മരണവുമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. സൂറത്തു സുഖ്റഫിൽ പറയുന്നത് അതാണ്, വഇന്നഹു ലദിക്റുൻ ലക വലി ഖൗമിക. ഇത് നിനക്കുള്ള അനുസ്മരണമാണ്. അപ്പോ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഇത് വഇന്നഹു ലദിക്റുൻ ലക വലി ഖൗമിക എന്ന് പറഞ്ഞാൽ മുഹമ്മദിനോടല്ല, നമ്മളോട് ഓരോരുത്തരോടാണ് പറയുന്നത്. നേരെ മറിച്ച് അത് മുഹമ്മദിനോടാണെന്ന് പറഞ്ഞാൽ ഇത് മക്കക്കാർക്ക് മാത്രമാണെന്നാണ് വരും. അപ്പൊ വഇന്നഹു ലദിക്റുൻ ലക വലി ഖൗമിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആനിൽ എന്ന് നീ എന്ന് മുഖാത്തബ് അഭിസംബോധന ചെയ്യുമ്പോൾ അതൊക്കെ ഓരോ മനുഷ്യനോടുമാണ് അതിന്റെ അഭിസംബോധന. ഇത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞെങ്കിലേ ഖുർആനിന്റെ വായനയെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുള്ളൂ.